ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ശ്വാസകോശത്തിന്റെ മാതൃകയുമായിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് ശ്വാസകോശം. നെഞ്ചിനകത്ത് മുൻവശം നെഞ്ചല്, വാരിയല്, പിൻവശം നട്ടെല്ല്, വാരിയല് എന്നിവയും കൊണ്ടുള്ള ഒരു പ്രത്യേക അറയിലാണ് ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ശ്വാസകോശത്തിന്റെ മാതൃക. നെഞ്ചിൻ കൂടിനകത്തെ മർദ്ദം കുറയുമ്പോൾ വായു അകത്തേക്ക് കയറി ഓക്സിജൻ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നു. രക്തത്തിൽ നിന്ന് പുറന്തള്ളേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിൽ വ്യാപിക്കുന്നു. നെഞ്ചിൻ കൂടിനകത്തെ മർദ്ദം കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിൽ നിന്ന് മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം. പരിചയപ്പെടുത്തുന്നത് ശ്വാസകോശത്തിന്റെ വർക്കിംഗ് മോഡലാണ്. മനുഷ്യ ശരീരത്തിന്റെ പ്രധാന ശ്വസന അവയവമാണ് ശ്വാസകോശം. മനുഷ്യർക്ക് 2 ശ്വാസകോശങ്ങളാണുള്ളത്. ഇനി നമുക്ക് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഔരസാശയത്തിൽ വാരിയലുകൾക്കിടയിലാണ് ശ്വാസകോശത്തിന്റെ സ്ഥാനം. ഔരസാശയം ഉദരാശയവും വേർതിരിക്കുന്ന പേശീഭിത്തിയാണ് ഡയഫ്രം. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസം ഏതാണ്ട് ഇതുപോലെയാണ്. കുപ്പിക്കടിയിൽ വലിച്ചു കെട്ടിയ ബലൂണിനെ ഡയഫ്രം എന്ന് പറയുന്നു. ഔരസാശയം ഉദരാശയവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പേശീഭിത്തിയാണ് ഡയഫ്രം. ഡയഫ്രത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ടാണ് കുപ്പിക്കകത്തെ ബലൂൺ വീർക്കുകയും അതേപോലെ തന്നെ ചുരുങ്ങുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ശ്വാസകോശവും. ഡയഫ്രത്തിന്റെ സങ്കോച വികാസങ്ങൾക്കനുസരിച്ച് ഡയഫ്രം വികസിക്കുകയും അതേപോലെ തന്നെ സങ്കോചിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് വായു ഉള്ളിലേക്ക് എടുക്കുകയും അതേപോലെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ശ്വാസകോശം വികസിക്കുമ്പോൾ വായു അകത്തേക്ക് കടക്കുന്നു. സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. പുറത്തേക്ക് വിടുന്നതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പുറത്തേക്ക് വിടുന്നത്. ഉച്ഛ്വസിക്കുമ്പോൾ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ഔരസാശയത്തിലെ വായു മർദ്ദം കുറയുകയും ചെയ്യും. ഔരസാശയ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. നിശ്വസിക്കുമ്പോൾ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവുന്നു. ഔരസാശയത്തിലെ വായു മർദ്ദം കൂടുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. നന്ദി. ഇപ്പോൾ പല പ്രാവശ്യം മേശപ്പുറത്ത് വെച്ചിട്ട് അത് നിൽക്കുന്നില്ല. അതെന്തായിരിക്കും കാരണം? അതെ, മേശക്കൽപ്പം ചെരിവുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കണ്ടുകൊണ്ട് കാണാത്ത ചെരിവായിരിക്കും ഈ മേശക്കുണ്ടായിരിക്കുക. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ഇത് കണ്ടെത്താൻ 5ാം ക്ലാസ്സിലെ ജീവജലം എന്ന യൂണിറ്റിലെ ജലത്തിന്റെ വിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താം. നാം പഠിച്ചത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കിയാലോ? ഇന്ന് നമുക്ക് ജലത്തിന്റെ സവിശേഷത പഠിക്കാം. ജലത്തിന്റെ വിധാനം. ജലത്തിന്റെ വിധാനം എന്ന് വെച്ചാൽ ജലനിരപ്പ് എന്നാണ് അർത്ഥം. കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ച 2 കുപ്പികളിൽ ഒന്നിൽ വെള്ളം നിറച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. കുപ്പിയിലെ വെള്ളം പൈപ്പിലൂടെ ഒഴുകി 2ാമത്തെ കുപ്പിയിൽ നിറയുന്നു. 2 കുപ്പികളിലും ജലവിധാനം തുല്യമാകുമ്പോൾ ജലത്തിന്റെ ഒഴുക്ക് നിൽക്കുന്നു.
പിടിച്ചാലും ജലം വിധാനം പാലിക്കുന്നുണ്ട്. ഇനി ഈ തത്വത്തെ ആദ്യത്തെ പ്രശ്നത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ പൈപ്പിലെ ഒരു വിധാനം നമുക്ക് മേശയ്ക്ക് തുല്യമായി വെക്കാം. മറ്റേ അറ്റം നമുക്ക് മേശന്റെ മറ്റേ ഭാഗത്ത് വെക്കാം. മേശയുടെ നിരപ്പും ജലത്തിന്റെ വിധാനവും ചെറിയ വ്യത്യാസം കാണുന്നില്ലേ? ഇതുപോലെ തന്നെ ടൈൽസ് പടവ് പണിക്കാർ ഈ തത്വം ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗമുള്ള തത്വമാണ് വാട്ടർ ലെവൽ ഓഫ് വാട്ടർ. ജലത്തിന്റെ വിധാനം. ലക്ഷ്യം ജലം വിധാനം പാലിക്കുന്നു എന്ന് കണ്ടെത്തൽ. സാമഗ്രികൾ 2 പ്ലാസ്റ്റിക് കുപ്പികൾ, കത്തി, മേസൺ പൈപ്പ്, പശ, വെള്ളം. പരീക്ഷണ രീതി: 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. അവയുടെ അടിഭാഗത്ത് ഓരോ ദ്വാരമിടുക. ഒരു മേസൺ പൈപ്പ് ദ്വാരത്തിൽ കടത്തിയ ശേഷം ചോർച്ചയില്ലാതെ പശ കൊണ്ട് അടക്കുക. ഒരു കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിക്കുക. നിരീക്ഷണം: കുപ്പിയിലെ വെള്ളം പൈപ്പിലൂടെ ഒഴുകി രണ്ടാമത്തെ കുപ്പിയിൽ നിറയുന്നു. 2 കുപ്പികളിലും ജലനിരപ്പ് തുല്യമാകുന്നത് വരെ വെള്ളം ഒഴുകുന്നു. 2 കുപ്പികളിലും ജലവിധാനം തുല്യമാകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുന്നു. നിഗമനം: ജലം വിധാനം പാലിക്കുന്നു. താങ്ക് യു. ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് അവതരിപ്പിക്കുന്നത്. വിവിധ രീതികളിൽ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് കണ്ടെത്തുകയാണ് ഈ പ്രൊജക്റ്റിന്റെ ലക്ഷ്യം. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത് വിത്ത് വിതരണം മൂലമാണ്. ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണു മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനായി ജലം, മണ്ണ്, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ തീരെ ലഭിക്കില്ല. സസ്യങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ അവ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് അവ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നു. ഇതിലെ പ്രധാനപ്പെട്ടവ 5 എണ്ണമാണ്. 1 കാറ്റിന്റെ സഹായത്തിൽ, 2 വെള്ളത്തിന്റെ സഹായത്തിൽ, 3 പൊട്ടിത്തെറിക്കുന്നവ, 4 ജന്തുക്കളുടെ സഹായത്തിൽ, 5 ഭൂഗുരുത്വാകർഷണം എന്നിവയാണവ. 1 കാറ്റിന്റെ സഹായത്തിൽ. കാറ്റിന്റെ സഹായത്തിൽ വിത്ത് വിതരണം നടത്തുന്ന വിത്തിന് വളരെ ഭാരം കുറവും കാറ്റിൽ പറന്നു പോകാൻ തരത്തിലുള്ള രോമങ്ങളോ ചിറകുകളോ ഉള്ളതിനാൽ അവ കാറ്റിലൂടെ പറന്നു പോകുന്നു. സസ്യങ്ങൾ. ഉദാഹരണം അപ്പൂപ്പൻ താടി, ആഴാന്ത, മഹാഗണി. അപ്പൂപ്പൻ താടിക്ക് പറക്കാൻ രോമങ്ങളും വിത്തിന് ഭാരം കുറവും ഉള്ളതിനാൽ ഇത് കാറ്റിലൂടെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു. മഹാഗണിക്ക് വിത്തിന് ഭാരം കുറവും പറക്കാൻ ചിറകുകൾ പോലെയുള്ള ഭാഗവും ഉള്ളതിനാൽ ഇത് കാറ്റിലൂടെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു. പിന്നീട് ഉരസി മാറ്റുകയോ പെറുക്കി മാറ്റുകയോ ചെയ്താൽ ഈ വിത്ത് അവിടെ വീണ് പുതിയൊരു സസ്യമായി വളരുന്നു. പപ്പായ. ഇതിന്റെ ഫലം നന്നായി പഴുത്ത് മാധുര്യമേറിയതും മാംസളവുമായി കഴിഞ്ഞാൽ പക്ഷികളോ മൃഗങ്ങളോ ഇത് ഭക്ഷിച്ച് വിത്തുകൾ വിസർജിച്ച് അവിടെ പുതിയൊരു തൈയായി പപ്പായ വളരുന്നു. ഭൂഗുരുത്വാകർഷണത്തിന്റെ ഫലമായി സസ്യത്തിൽ നിന്ന് ഫലം വീഴുന്നു. ഇതിന്റെ ഉദാഹരണമാണ് മാങ്ങയും തക്കാളിയും. ഇത് രണ്ടും ഭൂഗുരുത്വാകർഷണത്തിന്റെ ഫലമായി നിലത്തു പതിക്കുന്നു. ഇതിലെ വിത്ത് അങ്ങനെ പുതിയൊരു തൈയായി മാറുന്നു. ഇത് എന്റെ പ്രൊജക്റ്റിനായി ഞാൻ ശേഖരിച്ച വിത്തുകളാണ്. ഇതാണ് എന്റെ പ്രൊജക്ട് റിപ്പോർട്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിത്തുകൾ അത് നിൽക്കുന്ന സ്ഥാനത്തു നിന്നും അകലേക്ക് മാറ്റി മറ്റൊരു സ്ഥലത്ത് പുതിയൊരു സസ്യമായി വളരുന്ന പ്രക്രിയയാണ് വിത്ത് വിതരണം. സസ്യങ്ങൾ കൂട്ടം കൂടി വളരുന്നത് ഒഴിവാക്കാനും വികേന്ദ്രീകരണം സാധ്യമാക്കാനും പ്രകൃതി സസ്യങ്ങൾക്ക് ലഭിക്കുന്ന കഴിവാണ് വിത്ത് വിതരണത്തിനുള്ള കഴിവ്. ഈ പ്രൊജക്റ്റിൽ നിന്നും എനിക്ക് നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞത് ജലം, കാറ്റ്, ജന്തുക്കൾ, സ്വയം പൊട്ടിത്തെറിക്കുന്നവ, ഭൂഗുരുത്വാകർഷണം എന്നീ 5 വഴികളിലൂടെയാണ് വിത്ത് വിതരണം നടക്കുന്നത് എന്നും
സസ്യങ്ങൾ ഒരു സ്ഥലത്ത് കാണപ്പെടുന്നത് വിത്ത് വിതരണം മൂലമാണ് എന്നുമാണ്. ഈ പ്രൊജക്റ്റിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിർദ്ദേശം 5. ഭൂഗുരുത്വാകർഷണം. അപഗ്രഥന പട്ടിക. റഫറൻസ്. നിഗമനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും പ്രൊജക്ട് റിപ്പോർട്ടും അവതരണവും അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Good morning, teachers, parents, and my dear friends. Me, Shwaima Shamsuddin. I am studying 5th D class. My school name is MGUPS Vadakagara. Today I am going to present here what is the photosynthesis. Plants also absorb carbon dioxide from the atmosphere through minute pores present in their leaves. All these are done for preparing food. Preparation of food takes place in the leaves. This process is called photosynthesis, and this is photosynthesis model picture. Look at this. Photosynthesis important things. 1. Sunlight, and 2nd oxygen, and 3rd carbon dioxide, and last one water. This is photosynthesis process. Let us read. First, the plants draw water up from the soil through its roots, and 2. Leaves absorb carbon dioxide from the atmosphere and light energy from the sun, and 3. Photosynthesis occurs. Carbon dioxide plus water plus light energy add up glucose plus oxygen, and 4. Glucose and oxygen are reduced as a result of photosynthesis, and 5. Glucose is used for plants growth, and 6. Oxygen is a byproduct and is released into the atmosphere. And this is photosynthesis model. Save the trees, save the nature. I hope all of you understood. Thank you for cooperation. ഞാൻ ഫാത്തിമ റുഷ്ദാക്ക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് സയൻസുമായി ബന്ധപ്പെട്ട സ്റ്റിൽ മോഡൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ മാതൃകയാണ്. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഹരിത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. വേര് വലിച്ചെടുക്കുന്ന ജലവും അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിത സസ്യങ്ങളിലെ ഇലകളിലുള്ള ഹരിതകം എന്ന വർണ്ണവസ്തു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുകൊണ്ടാണ് പ്രകൃതിയിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് തുല്യമായി നിൽക്കുന്നത്. ചുവന്ന ചീരയിൽ ഹരിതകമുണ്ടോ? ഹരിതകമുണ്ട്. ഹരിതകത്തേക്കാൾ കൂടിയ അളവിൽ മറ്റു വർണ്ണവസ്തു ഉള്ളതിനാൽ പച്ച നിറമാണ് കാണാത്തത്. പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള ബന്ധം എന്താണ്? അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ജലം വലിച്ചെടുക്കുന്നു. ഇത് സൂര്യനാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ഹരിത സസ്യങ്ങളിലെ പച്ച നിറത്തിലുള്ള ഇലകൾ ഹരിതകം എന്ന വർണ്ണവസ്തു സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. അതുപോലെ ഈ ചെടി അതിൻ്റെ വേര് വലിച്ചെടുക്കുന്ന ജലം ഇലകളിലെത്തുന്നു. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഉപോൽപ്പന്നമാണ് ഓക്സിജൻ. ഇത് വേരാണ്. വേരുകൾ വഴി മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. ഇലകൾ വഴി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു.
സൂര്യപ്രകാശവും ഇലകളിലുള്ള ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണം നടന്നിട്ടില്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ചെയ്യുന്നു. എന്താണ് ആസ്യരന്ധ്രം? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രം. ഇവയെല്ലാം ഞാൻ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. Hello everybody, I am Abhishek from 6th standard MPGUPS Vadakangara. We know water is an essential and important thing for growth of all living things. In ancient years, most of the people, especially the farmers used traditional methods like Etakota, Kappi, Kayar, Jalachakram, etc. to use water for their agricultural purpose. But in modern era, most of the people use DC and AC motor to pumping water. Here I made a model of DC motor water pump. For making this model, I have used some raw materials which are easily to available. DC motor water pump are very useful pumping water into tanks like in aquarium and agriculture land, farm, etc. It has also reduced human effort and more helpful for the farmers and peoples who especially live in hilly and remote areas. This is the diagram of DC motor water pump. This is the tank. In this tank I fill water. This is the pipe. This is the battery, switch, motor, wires, a Vicks case. In the Vicks case it has a propeller. The propeller rotates. To make water pump, the materials required are a case of Vicks, pipe, hardboard piece, battery, switch, motor connector, DC motor, glue gun and a soldering iron. First I make a propeller using Vicks case, hardboard pieces and glue and scissors. Cut off a circle piece from the hardboard piece and make a hole center of the circle. Put glue and place the leaf and place a pen rifle in the center of the hardboard piece. My propeller is ready. Make 3 holes in it and apply glue in the DC motor and Vicks case. Place in this case. Yeah, it is working. It is working on the switch. And apply glue on the pipe front and side. Applying glue. Now I am showing my model of DC motor water pump. This is tank, battery, motor, switch, case of Vicks, pipe. Now I am on this switch, pumping water.
By making this working model, I learned some objectives. First, to study the working of DC motor water pump. Make irrigation more easy in hilly areas. Make irrigation more easy in remote areas where electricity cannot reach. Reducing the danger situations while using electric motors. Questionnaire method, data collection, survey are my method of learning. Some learning outcomes: understanding the working and principle of DC motor water pump. Learning the skill of developing DC motor water pump. Next, understanding the problems of farmers and peoples who live in hilly and remote areas in regarding pumping of water. DC motor water pump can be very useful in hilly and remote areas. It can be used in low voltage situations. It reduces human effort. It also minimizes danger due to the electric shock. I have some instructions for you. Take extreme care while using blade, scissor, glue, etc. Do not obstruct the revolving of DC motor water pump. Avoid holes in pipes. Internet, audio and video, take my reference. Thanks for watching and thank you all. ഞാനിവിടെ പറയാൻ പോകുന്നത് ജന്തുകോശത്തിന്റെ ഘടനയാകുന്ന 1655 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. കോശത്തിന്റെ ആകർഷകമായ പദമാണ് സെൽ. സെൽ ചെറിയ മുറി എന്ന അർത്ഥമാണ്. സെൽ എന്ന പദം ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണ്. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് കോശം ഭൂമിക്കകത്ത് പ്രത്യക്ഷപ്പെട്ടത്. ജന്തുകോശങ്ങളിൽ ഏകകോശ ബഹുകോശ രൂപങ്ങളിലുള്ള അർദ്ധകങ്ങളോ വലിയ ഫേനങ്ങളോ കോശഭിത്തിയോ ഇല്ല. എന്നാൽ കോശവിഭജനത്തിന് ഒതുങ്ങുന്ന സെൻട്രോസോം, ദഹനരസങ്ങൾ എന്നിവ, ലൈസോസോം എന്നിവ ഇവയിലുണ്ട്. മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ലൈസോസോം, ഗോൾഗി, പാർട്ടിസ് മുതലായവ ജന്തുകോശങ്ങളുടെ ഭാഗമാണ്. മർമ്മം എന്ന യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് മാത്രമുള്ള ജനിതക വിവര കേന്ദ്രമാണ്. കോശമർമ്മം യൂക്കാരിക് കോശങ്ങളിലെ ഏറ്റവും സ്പഷ്ടമായ കോശമാണ് ഇത്. മർമ്മദ്രവ്യത്തിനകത്താണ് മർമ്മം എന്ന ഭാഗമുള്ളത്. ഇത് RNAയിൽ ഉൾപ്പെട്ട ഭാഗമാണ്. കോശദ്രവ്യം കോശത്തിനുള്ളിൽ പ്ലാസ്മ തരത്തിനകത്ത് കാണപ്പെടുന്ന മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ഇതിൽ സ്തരങ്ങളാൽ ആവരണം ചെയ്തിരിക്കുന്ന മുഖ്യ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. കോശസ്തരം കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. ഇത് ഫോസ്ഫോലിപിഡ് ഇരട്ട അടക്കുകൾ എന്നറിയപ്പെടുന്നു. ഫേനം സസ്യകോശങ്ങളിൽ ആഹാരസാധനങ്ങളെയും വിസർജന വസ്തുക്കളെയും ശേഖരിക്കുന്ന ഭാഗമാണിത്. ജന്തുകോശങ്ങളിൽ ഫേനം ചെറുതായിരിക്കുന്നു. ഇത് ഗോൾഗി പാറ്റസ്. ഇത് കോശസ്തരം. ഇത് മർമ്മം. ഇത് കോശദ്രവ്യം. ഇത് മൈറ്റോകോൺട്രിയ. ഇത് ഫേനം. ലൈസോസോമൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമസ്കാരം. ശാസ്ത്രമേളയുടെ ഭാഗമായി ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് സയൻസ് വർക്കിംഗ് മോഡൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ്. ആവശ്യമായ സാമഗ്രികൾ: കാർഡ്ബോർഡ്, കളർ ഷീറ്റ്, കത്രിക, പശ, കുപ്പി, പൈപ്പ്. പ്രവർത്തന തത്വം:
നമ്മുടെ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്കകൾ. വയറിന്റെ ആകൃതി സ്ഥിതി ചെയ്യുന്ന ഇവ നട്ടെല്ലിന്റെ ഇരുവശത്തായി സ്ഥിതി ചെയ്യുന്നു. രക്തത്തിൽ അധികമുള്ള ജലലവണങ്ങൾ എന്നിവ അഴിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു. രക്തം കൂടിയ അളവിൽ ജലം, യൂറിയ, ജലം, മറ്റു ഘടകങ്ങൾ എന്നിവ വൃക്കയിലേക്ക് എത്തിക്കുന്ന രക്തക്കൊഴലുകളാണ് വൃക്ക, ധമനി. രക്തം കുറഞ്ഞ അളവിൽ ജലം, യൂറിയ, മറ്റു ഘടകങ്ങൾ വൃക്കയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളാണ് വൃക്ക, സിര. രക്തത്തിൽ നിന്ന് അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അഴിച്ചുമാറ്റി വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രാശയത്തിലേക്കും മൂത്രാശയത്തിൽ നിന്ന് മൂത്രനാളി വഴി പുറത്തേക്കും പോകുന്നു. വൃക്ക പ്രവർത്തനരഹിതമായ നമ്മുടെ ശരീരത്തിന്റെ തുല്യാവസ്ഥക്ക് തന്നെ അത് ഭീഷണിയായി മാറും. മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനാകാതെ നമ്മുടെ ശരീരങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഡയാലിസിസ് യൂണിറ്റ് ഉപയോഗിക്കുക. രോഗിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഒരു വൃക്ക പോലെ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. ശുദ്ധമായ രക്തം രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. വൃക്കയുടെ പ്രവർത്തനത്തിന് ധാരാളം വെള്ളം കുടിക്കണം. മൂത്രം പിടിച്ചു വെക്കാതെ മൂത്രമൊഴിക്കുകയും വേണം. നിർമ്മാണ രീതി: 2 ചുവട് വൃക്കകൾ കാർഡ്ബോർഡിൽ നിന്ന് വെട്ടിയെടുത്ത ശേഷം ചുവന്ന കളർ ഷീറ്റ് ഒട്ടിക്കുക. ധമനിയും സിരയും വെട്ടിയെടുത്ത് സിരയിൽ നീല കളർ ഷീറ്റും ധമനിയിൽ ചുവന്ന കളർ ഷീറ്റും ഒട്ടിക്കുക. ഇനി നീളത്തിലൊരു കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് ചുവന്ന കളർ ഷീറ്റ് ഒട്ടിക്കുക. മൂത്രവാഹിയും മൂത്രാശയവും വെട്ടിയെടുത്ത് അതിൽ മഞ്ഞ കളർ ഷീറ്റും ഒട്ടിക്കുക. പിന്നെ 5 ചതുരക്കട്ടകൾ ഒരേ വലിപ്പത്തിൽ കാർഡ്ബോർഡിൽ നിന്ന് വെട്ടിയെടുത്ത ശേഷം ചുവന്ന കളർ ഷീറ്റ് കൊണ്ട് പൊതിയുക. എന്നിട്ട് നീളത്തിൽ വെട്ടിയെടുത്ത കാർഡ്ബോർഡിന്റെ താഴെ ഒട്ടിക്കുക. 2 കുപ്പികൾ എടുത്ത് അത് രണ്ടും നെടുകെ കീറി അവയുടെ അടുപ്പുകളിൽ ദ്വാരമിട്ട് അതിലൂടെ പൈപ്പ് കടത്തിവിട്ട് അടപ്പ് മുറുക്കി അടക്കുക. ധമനിയും സിരയും കൂട്ടിയൊട്ടിച്ച് നീളത്തിൽ വെട്ടിയെടുത്ത കാർഡ്ബോർഡിന്റെ മുകളിൽ ഒട്ടിക്കുക. 2 ജോഡി വൃക്കകൾ അതിന്റെ 2 ഷേഡിലും ഒട്ടിക്കുക. ഇനി മൂത്രവാഹിയും മൂത്രാശയവും ഒട്ടിക്കുക. കുപ്പികൾ വൃക്കയുടെ മുകളിൽ കെട്ടിവെക്കുക. ഇവയെല്ലാം ഒരു വലിയ കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. അതിന്റെ താഴെ ഒരു കുപ്പിയും വെക്കുക. താങ്ക് യു. നമസ്കാരം, ഞാൻ ഫെമിന എം. MPGUP സ്കൂളിൽ 7th ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രശ്നവുമായാണ്. 2 സമതല ദർപ്പണങ്ങളിലെ പ്രതിബിംബവും അവയ്ക്കിടയിലെ കോണളവും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ? ഇതാണ് എന്റെ പ്രശ്നം. ഇത് ദൂരീകരിക്കാനായി നമുക്കൊരു പരീക്ഷണം ചെയ്യാം. അതിനായി നമുക്ക് 2 സമതല ദർപ്പണങ്ങളും ഒരു കോൺമാപിനിയും ഒരു മെഴുകുതിരിയുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി കോൺമാപിനിയുടെ സഹായത്താൽ 2 സമതല ദർപ്പണങ്ങളും 180 ഡിഗ്രിയിൽ ക്രമീകരിക്കാം. ഇപ്പോൾ ഞാൻ ഈ ദർപ്പണങ്ങൾ 180 ഡിഗ്രിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ നടുവിലായി ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മെഴുകുതിരിയുടെ ഒരു പ്രതിബിംബം നമുക്കിതിൽ കാണാം. ഇനി ഇത് 120 ഡിഗ്രിയായി കുറച്ചു നോക്കാം. സമതല ദർപ്പണങ്ങൾ 120 ഡിഗ്രിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നടുവിലായി ഒരു മെഴുകുതിരിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മെഴുകുതിരിയുടെ 2 പ്രതിബിംബങ്ങൾ നമുക്കിതിൽ കാണാം. ഇനി നമുക്ക് ഈ ദർപ്പണങ്ങൾക്കിടയിലെ കോൺ 90 ഡിഗ്രിയായി കുറച്ചു നോക്കാം. ഈ സമതല ദർപ്പണങ്ങൾ 90 ഡിഗ്രിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നടുവിലായി മെഴുകുതിരിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിന്റെ 3 പ്രതിബിംബങ്ങൾ നമുക്ക് കാണാം. ഇനി നമുക്കിത് 60 ഡിഗ്രിയായി കുറച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നടുവിലായി മെഴുകുതിരിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ 5 പ്രതിബിംബം നമുക്ക് കാണാം. ഇനി നമുക്കിത് 30 ഡിഗ്രിയായി കുറച്ച് നോക്കാം. ഇപ്പോൾ ഞാനിത് 30 ഡിഗ്രിയായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിന്റെ 11 പ്രതിബിംബം കാണാം. ഇനി നമുക്കിത് സമാന്തരമായി ഒന്ന് വെച്ചു നോക്കാം. ഇപ്പോൾ ഞാനിത് സമാന്തരമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിലെ പ്രതിബിംബങ്ങൾ അനന്തമായി കിടക്കുകയാണ്. ഇത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെ ഒന്ന് ക്രോഡീകരിക്കാം. സമാന്തരമായി ദർപ്പണങ്ങളെ ക്രമീകരിച്ചപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത രൂപത്തിലായിരുന്നു പ്രതിബിംബങ്ങൾ ഉണ്ടായിരുന്നത്. 180 ഡിഗ്രി കോണളവിൽ വെച്ചപ്പോൾ ഒരു പ്രതിബിംബമാണ് നാം അതിൽ കണ്ടത്. 120 ഡിഗ്രി കോണളവിൽ വെച്ചപ്പോൾ 2 പ്രതിബിംബമാണ് നാം അതിൽ കണ്ടത്.
90 ഡിഗ്രി കോണളവിൽ വെച്ചപ്പോൾ 3 പ്രതിബിംബത്തെ നമുക്ക് കാണാൻ സാധിച്ചു. 60 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചപ്പോൾ 5 പ്രതിബിംബങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. 30 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചപ്പോൾ 11 പ്രതിബിംബങ്ങളെയും നമുക്ക് കാണാൻ സാധിച്ചു. ഇത് നമ്മൾ സമാന്തരമായി ദർപ്പണങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഉണ്ടായ പ്രതിബിംബ രൂപീകരണത്തിന്റെ റേ ഡയഗ്രാം ആണ്. ഇത് നമ്മൾ 120 ഡിഗ്രിയിൽ ദർപ്പണങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഉണ്ടായ പ്രതിബിംബ രൂപീകരണത്തിന്റെ റേ ഡയഗ്രാം ആണ്. ഇത് നമ്മൾ 60 ഡിഗ്രി കോണളവിൽ ദർപ്പണങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഉണ്ടായ പ്രതിബിംബ രൂപീകരണത്തിന്റെ റേ ഡയഗ്രാം ആണ്. ഇത് നമ്മൾ 90 ഡിഗ്രി കോണളവിൽ ദർപ്പണങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഉണ്ടായ പ്രതിബിംബ രൂപീകരണത്തിന്റെ റേ ഡയഗ്രാം ആണ്. കോണളവ് ഉപയോഗിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായി ഒരു സൂത്രവാക്യമുണ്ട്. 360 കോണളവ് -1. ഇതാണ് ആ സൂത്രവാക്യം. ഇനി ഈ സൂത്രവാക്യം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 180 ഡിഗ്രിയിൽ വെച്ചപ്പോൾ 360/180 സമം 2. 2 - 1 സമം 1. 120 ഡിഗ്രിയിൽ വെച്ചപ്പോൾ 360/120 സമം 3. 3 - 1 2. 90 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചപ്പോൾ 360/90 സമം 4. 4 - 1 3. 60 ഡിഗ്രിയിൽ ക്രമീകരിച്ചപ്പോൾ 360/60 സമം 6. 6 - 1 സമം 5. 30 ഡിഗ്രിയിൽ ക്രമീകരിച്ചപ്പോൾ 360/30 സമം 12. 12 - 1 സമം 11. അപ്പോൾ നമ്മുടെ സൂത്രവാക്യം ശരിയാണ്. ഇപ്പോൾ പ്രതിബിംബവും കോണളവും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. ഇത് നാം ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ചാർട്ടുകളാണ്. ആവർത്തന പ്രതിഫലനം നമ്മുടെ നിത്യജീവിതത്തിൽ പെരിസ്കോപ്പ്, കാലിഡോസ്കോപ്പ്, ടെക്സ്റ്റൈൽസ്, ബാർബർ ഷോപ്പ് തുടങ്ങിയ അനേകം സന്ദർഭങ്ങളിൽ നാം ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.